Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ ഫെബ്രുവരി മന്ത് റീഡിംഗ് ആണ്. ഫെബ്രുവരി മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫെബ്രുവരി മന്തിനെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ടത്, എന്തൊക്കെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഫെബ്രുവരി മന്ത് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് നിങ്ങൾ കണക്ട് ചെയ്യുക, എന്നിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് എ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട് യുവർ ഫെബ്രുവരി മന്ത് റീഡിംഗ്. Alright, let's start with group number 1. Hey, group number 1, നിങ്ങളുടെ ഫെബ്രുവരി മാസം എങ്ങനെയുണ്ട്, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഫെബ്രുവരി മന്ത് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വളരെ ഡീപ്പായിട്ട് അവേക്കൻ ആവുന്ന ഒരു മന്ത് ആണ്. ഫിസിക്കലി, സ്പെഷ്യലി ഫിസിക്കലി നിങ്ങളുടെ പുതിയ ഫീലിങ്സ് അൺലോക്ക് ആവുന്ന ഒരു മന്ത് കൂടിയാണ്. സോ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില ഫീലിങ്സ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട്, വളരെ ഇന്റൻസ് ആയിട്ടും വളരെ പുതുമ തോന്നുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ സൈക്കിക്കലി ഒരുപാട് അവേക്കൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൈക്കിക് എബിലിറ്റി, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കിക് എബിലിറ്റി ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ നോളേജ് അല്ലെങ്കിൽ അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് ഒരുപാട് കൂടുതലായിരിക്കാം. സോ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ കോ ഇൻസിഡന്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സൈക്കിക്കലി കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് സൈക്കിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സൈക്കിക് പവർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നു, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് നിങ്ങൾ ഒരുപാട് മെച്ചൂർഡ് ആയിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു മന്ത് കൂടിയാണ് ഫെബ്രുവരി മന്ത്. അല്ലെങ്കിൽ മെച്ചൂർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. അത് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡ് ആവുന്നുണ്ട്. മെച്ചൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വെറുതെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ വെറുതെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല നിങ്ങൾ ഫെബ്രുവരി മന്ത് എൻഗേജ്ഡ് ആവുന്നത്. സോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യത്തിന് അത്ര ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര ഒരുപാട് ഹീൽ ചെയ്യുന്നതും ഒരുപാട് അവേക്കൻ ആക്കുന്നതുമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഈവൻ നിങ്ങൾ സൈക്കിക് ആയിട്ടൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയൊരു മാറ്റങ്ങൾ, എന്തൊക്കെയൊരു പുതുമ തോന്നുന്ന കാര്യങ്ങൾ, ഫ്രഷ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അതുപോലത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ സ്വഭാവത്തിൽ അതുപോലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾക്ക് അതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. അത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ ഒരുപാട് ഇൻസ്പയറിംഗ് ആവുന്നുണ്ട്. നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങള് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങള് വരുത്താൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഗ്രോ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള കാര്യം കൂടെ ഗ്രോ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പാരന്റ്സോ സിംഗിൾ പാരന്റോ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ വളരെ പ്രായം കുറവായിട്ടുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ചില കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി കൂടെ, അല്ലെങ്കിൽ ഫെമിനിൻ എനർജി ഫുൾഫിൽഡ് ആക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ മാസം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫെമിനിൻ എനർജി ഒരുപാട് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ വായിക്കാൻ ഇടയാവുന്നുണ്ട്. ഓക്കെ, സോ ചിലത് നിങ്ങൾ
വളരെ പഴക്കമുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, പഴയ എന്തെങ്കിലും ഓർമ്മകൾ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വായിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ആരെങ്കിലും നിങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ ഒരു ടൈമിൽ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. അത് മേ ബി ലവ് ലെറ്റർ ആയിരിക്കാം, മേ ബി നിങ്ങൾക്ക് അതുപോലത്തെ ലെറ്റർ കിട്ടുന്നതായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് പഴയ എന്തോ ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, എന്തൊരു ഓർമ്മ നിങ്ങൾക്ക് എന്തോ ഒരു രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ള രീതി, അല്ലെങ്കിൽ വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇതുപോലെ കണ്ടുമുട്ടുന്നുണ്ട്, വായിക്കുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കൂടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിക്കുന്ന സമയത്തോ അത് നിങ്ങൾ കാണുന്ന സമയത്തോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങളുടെ സോളിനെ വായിക്കാൻ പറ്റുന്നതായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് സൈക്കിക്കലി നിങ്ങൾ അവേക്കൻ ആക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സോൾ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതുപോലത്തെ സൈക്കിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങളെ എന്താന്നുള്ളത് കൂടുതൽ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇപ്പം ഡയറക്ട്ലി നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ എന്റെ സോൾ ഇങ്ങനെയാണ്, സോളിന്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് അറിയാം എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ഗ്രേറ്റ് അവയർനെസ് നിങ്ങളെ പറ്റിയിട്ട് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ സോളിനെ പറ്റിയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ മെച്ചുവേർഡ് ആയിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം, നിങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ഒരു പ്രൊഫഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു സർവീസിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി ലൈക്ക് എന്തെങ്കിലുമൊക്കെ സോഷ്യൽ സർവീസ് ആയിരിക്കാം, സർവീസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഫെബ്രുവരി മന്ത് ജോബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെ, അല്ലെങ്കിൽ ജോബ് കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, റൈറ്റ്. ഈവൻ നിങ്ങൾ ജോബൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്തൊരു കാര്യത്തിലൂടെ എൻഗേജ്ഡ് ആവുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളായിരിക്കാം. സോ കാരണം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ മറ്റുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, മറ്റുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ജനറസ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സറിഞ്ഞ ആളുകളെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുത്ത് പറയേണ്ട ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സോൾഫുൾ ആയിട്ട് തോന്നുന്ന ചില കണക്ഷൻ, അതുപോലത്തെ കാര്യങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണിന്റെ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ആകർഷിക്കുന്നുണ്ട്, ഒരുപാട് അഡ്മയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളുടെ ചില മാറ്റങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പവർഫുൾ ആയിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു മന്ത് കൂടിയാണ് ഫെബ്രുവരി മന്ത്. മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. സോ നിങ്ങൾക്ക് പതിവില്ലാത്തൊരു അട്രാക്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ പതിവില്ലാത്തൊരു അപ്രോച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ പൊതുവേ നിങ്ങൾ ഫെബ്രുവരി മന്ത് കുറച്ച് സൈലന്റ് ആയിട്ടായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഫെബ്രുവരി മന്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് അത്ര സന്തോഷം തരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആവാം. ഓക്കെ, സോ കാരണം ചില കാര്യങ്ങൾ, എന്തിനാണ് ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നത്, ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സോ ചില കാര്യത്തിന്റെ ആൻസർ, ചില കാര്യത്തിന്റെ ഡീപ്പായിട്ട് നിങ്ങൾ ചെന്ന് മനസ്സിലാക്കാൻ നിൽക്കാതിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പോവുക, അതിന്റെ ശരി തെറ്റുകൾ നിങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. ചില മാറ്റങ്ങൾ കാണുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യുക. സോ ചില ആളുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെടുത്ത് ഒരുപാട് വിഷമമായിട്ട്, നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഇത്ര കാലമായിട്ട് ഉള്ള ഒരു ബിഹേവിയർ ഉണ്ടായിട്ടുള്ളതെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ അടുത്തുനിന്നോ, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് അതൊരുപാട് ഡൗട്ട് ആയിട്ട് നിങ്ങൾ നോക്കാതിരിക്കാം. ഓക്കെ, മേ ബി ജെന്യൂൻ ആയിട്ടുള്ള ചില ചേഞ്ച് ആയിരിക്കും, കാരണം നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നാച്ചുറലി സംഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈവൻ നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ചില ആളുകളുടെ മാറ്റം ജെന്യൂൻ ആയിട്ട് സംഭവിക്കുന്നതാണ്. ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട്.
ഓക്കെ. സോ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ അവർ ആക്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു, എന്തിനിങ്ങനത്തെ കാര്യങ്ങൾ ലൈഫിൽ വരുന്നു, അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇത് എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സംശയം കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഓക്കെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് അതൊരു സന്തോഷം സമാധാനമൊക്കെ തരുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ജീവിക്കുക. അതിൽ നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. കാരണം ചില മാറ്റങ്ങൾ എന്തിനാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്തെ അല്ലെങ്കിൽ സമയത്തിന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്. സോ ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾ കൂടുതൽ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഫെബ്രുവരി മന്ത് കോ ഇൻസിഡന്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ പാട്ട്, സംഗീതം, നിങ്ങൾ മ്യൂസിക് ഒക്കെ അറിയുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ചില ആളുകൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇവന്റിന്റെ ഭാഗമാവുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും റെയർ ആയിട്ടുള്ള മ്യൂസിക്കൽ ഇവന്റിലൊക്കെ നിങ്ങൾക്ക് ഭാഗമാവാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് അത്ര സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. What major blessings are coming for you? Group number 1. ഈ മാസം നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു മന്താണ്. എസ്പെഷ്യലി ഫിസിക്കലി നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ടായിരിക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കുക. പല കാര്യങ്ങളും നിങ്ങൾ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് വളരെ സന്തോഷം ഉണ്ടാവുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്. സ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫീലിങ്സ് ഫുൾഫിൽഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു വളരെ ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഇന്റിമസി, ഫിസിക്കൽ ഇന്റിമസി വളരെ ഡീപ്പായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മന്ത് കൂടിയാണ്. അത് ലവ് റിലേഷൻഷിപ്പിൽ മാത്രം ആയിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് അതിലായിരിക്കാം നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചില ആളുകളുമായിട്ടുള്ള ഇന്റിമസി ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം. നോക്കി, കാരണം ഫിസിക്കലി നിങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട റൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റിമസി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റിമസി നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്നും കിട്ടുന്നതായിരിക്കാം. ഓക്കെ. അവർ കൂടുതൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം. സോ നിങ്ങളുടെ ശരീരത്തിന് വളരെ സേഫ് ആയിട്ടും വളരെ സന്തോഷം തോന്നുന്നതുമായിട്ടുള്ള, അതാണ് നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു മാറ്റം ഉണ്ടാവുന്നത്. അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അങ്ങനത്തെ ഒരു സേഫ്, സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് നല്ല രീതിയിലൊരു ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ നമുക്ക് അനുഭവപ്പെടുക. അല്ലെ. സോ അതുപോലെ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇഷ്ടമുള്ള ആളുകളൊക്കെ കാണുക, അത് പല ആളുകളായിരിക്കാം. ഓക്കെ. സോ ചില മീറ്റിംഗ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കണ്ടുമുട്ടലുകൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ മാസം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ മാസം നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു മന്താണ്. ഇനി നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചില ആഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ റൈറ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. സോ ചിലത് ലൈക്ക് നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ സഡൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ വളരെ അതുപോലെ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന ചില കാര്യങ്ങള് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ലൈക്ക് സഡൻ ആയിട്ടായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, സഡൻ ആയിട്ടായിരിക്കും ചില പ്ലാൻസ് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ ട്രസ്റ്റ് മീ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരുത്താൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങളുടെ ചില ഡെയിലി ഹാബിറ്റ്സ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നാണ് ഏതിലാണോ നിങ്ങളുടെ ടൈം നിങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരു വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ആയിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരുപാട് നേരം ഫോൺ നോക്കുന്നതായിരിക്കാം, ഒരുപാട് നേരം ടി വി കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആലോചിച്ചിരിക്കുന്നതായിരിക്കാം. സോ എവിടെയാണോ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിലൊക്കെ ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ അതിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, അതൊക്കെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അതുവരെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ല യൂസ്ഡ് ആയിട്ടുള്ള ചില ഹാബിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. സോ അത് നിങ്ങളായിട്ട് ചെയ്യാന്നുള്ളതല്ല, ചില സിറ്റുവേഷൻ അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം, ഓർ നിങ്ങളായിട്ട് എടുക്കുന്ന ആക്ഷൻ ആയിരിക്കാം. അത് നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടും
നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു നല്ലൊരു മാറ്റമാണ്. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് കുറച്ചുകൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടും കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടും ചില കാര്യങ്ങളൊക്കെ എൻഗേജ്ഡ് ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഫെബ്രുവരി മന്ത് നിങ്ങൾ കുറച്ചുകൂടി ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിലേക്കൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. What major things are happening in your life in the month of February? Tip number 1. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഒരു ട്രാക്കിലേക്ക് വരുന്നത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഫുൾ ഓഫ് ഹോപ്പ് ആണ്. ഓക്കെ, സോ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എപ്പോഴും ലൈഫ് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഉള്ള പല കാര്യങ്ങളും നിങ്ങളെ ഒരുപാട് ഇങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്, ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ എടുക്കുന്ന ചില കാര്യങ്ങളാണ്. ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫെബ്രുവരി മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മിസ്സിംഗ് പീസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സിംഗിൾ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരാനുള്ളൊരു സാധ്യത നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അത് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാലങ്ങളൊക്കെ ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. സോ ചില കാത്തിരിപ്പിന്റെ ഗ്രോത്ത്, ചില കാത്തിരിപ്പില് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ കുറെ കാലമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നു, ശ്രമിക്കുന്നു, കാത്തിരിക്കുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മന്ത് അതിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഓക്കെ, റിലേഷൻഷിപ്പോ, നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമോ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമോ, എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യത്തിന് എന്തോ ഒരു അനക്കം നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് കുറവാണെന്ന് കാണിക്കുന്ന, അത് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ടിപ്പ് നമ്പർ 1. ഗെറ്റ് റെഡി. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില മാറ്റങ്ങളും ചില എക്സ്പീരിയൻസും, മാറ്റങ്ങൾ എന്നുള്ളതല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കത് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ ഡെഫിനറ്റ്ലി കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് ഫെബ്രുവരി മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മന്ത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ ഇത്ര ഒരു ഈവൻ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ മാസമായിരിക്കാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ലൈക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. മനസ്സിന് വളരെ ഡീപ്പായിട്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് വാവ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു ആഹാ എന്നൊക്കെ തോന്നുന്ന ചില മൊമെന്റ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഈവൻ നിങ്ങളുടെ ജോബിലൊക്കെ വരുന്ന സമയത്തും ഫെബ്രുവരി മന്ത് നിങ്ങൾ കാത്തിരുന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ ചേഞ്ചസ് നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പ്രോഗ്രസീവായിട്ട് നിങ്ങൾക്ക് വരുന്നൊരു മാസം കൂടിയാണ്. ഓക്കെ, സോ ചില ആളുകളൊക്കെ നിങ്ങൾ കുറെ കാലത്തിനൊക്കെ ശേഷം കാണാനുള്ള ഒരു ഇടയുണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് നിങ്ങൾ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ യൂണിക്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. കാരണം ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള മിക്ക ആളുകൾ നിങ്ങൾ ഒരുപാട് സൈക്കിക്കലി ഒരുപാട് കണക്റ്റഡ് ആവുന്ന ഒരു മന്ത് ആണ് ഫെബ്രുവരി മന്ത്. ഓക്കെ, സോ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ചില ആളുകളെ കാണില്ലേ, ഒരു ടൈമിൽ നമ്മൾ കണ്ടുപോലെ ആയിരിക്കില്ല, പെട്ടെന്ന് അവരുടെ ശരീരത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, പെട്ടെന്ന് അവരുടെ ഒരു അപ്പിയറൻസിൽ മാറ്റം ഉണ്ടാവും അല്ലെ. സോ
അതൊരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിൽ സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓറയിൽ നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റിയിൽ അതുപോലത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാം. മേ ബി നിങ്ങളെ ഹെയർ സ്റ്റൈലിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് മെച്ചുവേർഡ് ആയിട്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ജസ്റ്റേഴ്സ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഓർ നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റി കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ജനറസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില എക്സ്പീരിയൻസ് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഫെബ്രുവരി മന്ത് നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്കും അതൊരു ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ട് ഇപ്പം നമുക്ക് ചില ആളുകൾ കാണുന്ന സമയത്ത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ തോന്നും അല്ലെ. സോ ഫെബ്രുവരി മന്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു ആളാവുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇൻസ്പയർ ആവുന്ന ചില മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പുതിയ ഫീലിംഗ്സ് അൺലോക്ഡ് ആവാണ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. നിങ്ങൾ മനസ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പുതിയൊരു ഫീലിംഗ്സ് അൺലോക്ഡ് ആവുന്നുണ്ട് ഫെബ്രുവരി മന്ത്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് യു ക്യാൻ നെവർ ഫർഗെറ്റ് ഇറ്റ്. Alright, so that is group number 1. നിങ്ങൾക്കുള്ള മെസ്സേജ്. Hope you like this reading. Let's move to group number 2 now. Hey, group number 2, your February month. എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, ചേഞ്ചസ് ആണ്, എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മന്തിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്? ചില കാര്യങ്ങൾ നിങ്ങൾ ലൈഫിന്ന് ഫൊഗീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ഷമിക്കാൻ പഠിക്കാം. എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുന്നതോറും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഭാരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഫെബ്രുവരി മന്ത് നിങ്ങൾ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കണക്ട് ചെയ്യാനും എൻഗേജ്ഡ് ആക്കാനും ഹീൽ ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങൾ ഫെബ്രുവരി മന്ത് ക്ഷമിക്കാൻ പഠിക്കുന്നുണ്ട്, മറക്കാൻ പഠിക്കുന്നുണ്ട്, വലിയൊരു ബേർഡൻസ് നിങ്ങൾ ഇറക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പല കാര്യങ്ങളൊന്നും ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു സിറ്റുവേഷനും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ നമുക്കറിയാം, നമ്മൾ ഈ ഒരു ലോകത്ത് നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്നത് എപ്പോഴും നമ്മൾ ക്യാരി ചെയ്യുന്നത് നമ്മളുടെ സോളിന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും അത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതിനുണ്ടായിട്ടുള്ള ഓർമ്മകളുമാണ് അല്ലെ. സോ എപ്പോഴും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്ത് വിഷമിപ്പിച്ചു അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്തത് എന്നുള്ളതല്ല, എപ്പോഴും നിങ്ങൾ കുറെ കൂടെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യത്തിലേക്കാണ്. അല്ലെങ്കിൽ എപ്പോഴും എന്ത് സിറ്റുവേഷനും നല്ല കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ നല്ല ഓർമ്മകൾ മാത്രം കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പം ആര് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്തും എത്ര വേദനിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അവിടെ നിന്നൊക്കെ ഒരു നല്ല കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല എക്സ്പീരിയൻസും അവിടുന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ടൊന്നും അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക. ദേഷ്യം, വാശി, സങ്കടം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കുറെ കാലമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. എസ്പെഷ്യലി ഫെബ്രുവരി മന്ത് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒരുപാട് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു ഡിവൈൻ ഗൈഡൻസ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു നല്ലൊരു സുഹൃത്തുണ്ട്. ആ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല മെസ്സേജ് തരുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത് പോലത്തെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗൈഡൻസ് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത് ആണ്. മേ ബി ലൈക്ക് നിങ്ങൾ അതുപോലത്തെ ആളുകളെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ നല്ല മെസ്സേജ്, നല്ല അഡ്വൈസ് തരുന്ന ആളുകള്, നിങ്ങൾക്ക് ഒരുപാട് അതുപോലത്തെ ഒരു ഇൻസൈറ്റ് തരുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2 എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സർക്കിളിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റം അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്കൊരു പുതിയ ഇൻസൈറ്റ് തരുന്നതും നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല അനുഭവങ്ങളും കാഴ്ചപ്പാടൊക്കെ തരുന്ന ആളുകളെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് പ്രോബബ്ലി നിങ്ങൾക്ക് ആ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു സർക്കിൾ, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വലയം ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഇതുവരെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ മോശമായിട്ടുള്ള ആളുകൾ എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് ഫെബ്രുവരി മന്ത് നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ്
തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പല ബേർഡൻസ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഹീൽ ചെയ്യാൻ, മെയിൻ ആയിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്, ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കുറച്ചുകൂടി പ്രിപ്പയർഡ് ആവുന്നുണ്ട്, കുറച്ചുകൂടി ചിന്തിക്കുന്നുണ്ട്, വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പല സിറ്റുവേഷനും പല കാര്യങ്ങളും ആലോചിച്ച് നിങ്ങളുടെ ഇമോഷൻസിന്റെ മേലല്ല ഫെബ്രുവരി മന്ത് നിങ്ങൾ പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. പല കാര്യങ്ങളും ആലോചിച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ വളരെ റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം, ഓക്കെ, അല്ലെങ്കിൽ വളരെ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യത്തിലേക്ക് വരുന്നുണ്ടായിരിക്കണം. പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഭക്തിപൂർവ്വമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം, ഓക്കെ. സോ അത് നല്ലതാണ്. നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളെ ക്ലെൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ചാൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ആദ്യമായിട്ട് നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ ചാൻറ്റ് ചെയ്യുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കാം, ഓക്കെ, പ്രാർത്ഥന ഓർ എന്തെങ്കിലുമൊക്കെ അതുപോലെ മെഡിറ്റേഷൻ ഓർ ഹീലിംഗ് പ്രോസസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഫെബ്രുവരി മന്ത് നിങ്ങൾ പലപ്പോഴായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. വളരെ ലൈറ്റ് ആയിട്ടും ഫ്രഷ് ആയിട്ടുള്ളതും. ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മന്തിനെ പറ്റി നിങ്ങൾക്കുള്ള മെസ്സേജ്, വാട്ട് യു നീഡ് ടു ഹിയർ. ഓൾറൈറ്റ്, സോ ഡെഫിനറ്റ്ലി ചില സിറ്റുവേഷൻ നിങ്ങൾ ഡിസ്റ്റൻസ് വെക്കുന്നുണ്ട്, ചില ആളുകളുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് വെക്കുന്നുണ്ട്, നിങ്ങൾ ഡിസ്റ്റൻസ്ഡ് ആവുന്നുണ്ട്, ഓക്കെ. സോ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണ്. സോ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഓക്കെ. ഈവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു ഡിസ്റ്റൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് ഒരു ഡിസ്കണക്ട് ആകുന്ന, പല പ്ലേസും പല സിറ്റുവേഷനും ഒരു ഡിസ്കണക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, ഓക്കെ. സോ നിങ്ങളൊരു ഫെബ്രുവരി മന്തിൽ യൂഷ്വലി ആളുകൾ ചെയ്യുന്ന കാര്യത്തിലായിക്കൊള്ളണമെന്നില്ല നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കുക. സോ എല്ലാവരും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടായിരിക്കാം അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഫെബ്രുവരി മന്ത് നിങ്ങളുടെ ഒരു ജേർണി ഡിഫറെന്റ് ആയിട്ടായിരിക്കാം പോകുന്നുണ്ടായിരിക്കുക, ഓക്കെ. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ചില സമയത്തൊരു വളരെ എല്ലാ പ്ലേസിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ എവിടെയും ജെല്ലല്ല, നിങ്ങൾ എവിടെയും കണക്റ്റഡ് അല്ല, എവിടെ ഒരു ഭാഗമല്ല എന്നുള്ളൊരു ഫീലിങ്സ് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പക്ഷെ സ്റ്റിൽ ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഒരു ഉൾവലിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് അവിടെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കമ്പനിയാണ് നിങ്ങൾ ഫെബ്രുവരി മന്ത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്, ഓക്കെ. സോ ചില ആളുകൾക്കൊക്കെ റെസ്റ്റിന്റെ ആവശ്യം ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലി നിങ്ങളൊക്കെ റെസ്റ്റ് എടുക്കേണ്ട സിറ്റുവേഷൻസ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ട് പ്ലേസിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കുക. ഒന്നെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ ഫെബ്രുവരി മന്ത് നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈം ആയിരിക്കാം. മേ ബി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ചില പ്ലേസിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില നിങ്ങളുടെ റൂമിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതും ലൈക്ക് ഒരു തരത്തിൽ നിങ്ങളെ കൂടുതൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു ശരീരത്തിന് ഒരു റെസ്റ്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Tip number 2, your February month, what you can expect. നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പല കാര്യങ്ങളും അതുപോലെയാണെന്ന് വിചാരിക്കരുത്. കാരണം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അതിന്റെ ഒരു സൈഡ് മാത്രമേ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുള്ളൂ, ഓക്കെ. സോ അതിന്റെ അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. എസ്പെഷ്യലി നിങ്ങൾ ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് സന്തോഷം ഇല്ലാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ലാക്നെസ് ആണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, മേ ബി ലൈക്ക് അത് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കാം, ഓക്കെ. പക്ഷെ ഒരു റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഒരു സ്റ്റോറി ഡിഫറെന്റ് ആയിരിക്കാം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. സോ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഡിസ്റ്റൻസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രോബബ്ലി നിങ്ങൾക്കത് വേണ്ടാത്തൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിക്കൊള്ളണമെന്നില്ല അത് അവിടുന്ന് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ എന്താണോ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നത് അതിന്റെ ഒരു മറുവശം കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈവൻ ചില പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഫേസ്
ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിന് അതിൻ്റെതായിട്ടുള്ളൊരു വേറൊരു വേർഷൻ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. സോ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഫാമിലിയിലൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ടഫസ്റ്റ് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, കാരണം ചില ആളുകൾ നിങ്ങളുടെ വീട്ടിലായിരിക്കാം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് മേ ബി ചില സിറ്റുവേഷൻ അതുപോലെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ഒരു ടഫസ്റ്റ് ടൈമിലൂടെ പോകുന്നു, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആരാണ് നിങ്ങളുടെ റിയൽ ഫാമിലി. ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഫേവർ ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ കൂടെ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഫെബ്രുവരി നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ ശരിക്കുള്ളൊരു കുടുംബം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഒരു വാല്യൂ എന്താണ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് ഒരുപാട് ഒരു റിച്ച് ആയിട്ടൊരു ഫീലിംഗ്സ് ഡെഫിനറ്റ്ലി തരുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. റൈറ്റ്, ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ഫെബ്രുവരി മന്ത്. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങൾ പോകേണ്ടി വരുന്നുണ്ടായിരിക്കണം. പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ചില മാറ്റങ്ങൾ, ഈവൻ നിങ്ങൾക്ക് ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ പോലും ചില മാറ്റങ്ങൾ, ചില ആർഗ്യുമെന്റ്സ്, ചില കാര്യങ്ങൾ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളായിട്ട് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളായിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ, അതിലേക്കാണ് ഫെബ്രുവരി മന്ത് നിങ്ങൾ കൂടുതൽ കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. അത് പ്രോബബ്ലി പല ആളുകളും ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു വ്യക്തി തനിയെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾക്കുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർമണി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ വീട്ടിൽ പുറത്തുനിന്ന് ആരെങ്കിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയൊരു അതിഥി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സന്തോഷം, നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ ആളുകൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങൾ വേറെ പ്ലേസിൽ ഒരു അതിഥിയായിട്ട് പോകുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, നിങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ കുറെ കാലമായിട്ട് വരുന്നതായിരിക്കാം, ഓക്കെ, കുറെ കാലത്തിന് ശേഷം നിങ്ങൾ വരുന്നതായിരിക്കാം. ഓർ നിങ്ങൾ ആർക്കും ഒരു അതിഥിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ ഒരു വരവ് ചില ആളുകൾ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഓർ ചില ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തോ ഒരു അതിഥി ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് ആ ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യലി എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വരാനുണ്ടാവുന്നുണ്ടായിരിക്കണം വീട്ടിലേക്ക്. അങ്ങനെ നിങ്ങളുടെ വീട്ടുകാർക്ക് മൊത്തം സന്തോഷം ഉണ്ടാക്കുന്ന എന്തോ ഒരു ഫൈനാൻഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നില്ല, മാറി മാറി നിൽക്കുന്നു, പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു വശം കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു വശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ആ ഒരു ഫാമിലിയുടെ ഒരു ഐക്യം കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്ര സന്തോഷം ആ ഒരു ഫാമിലിയുടെ കൊണ്ടുവരാൻ പറ്റുന്ന എന്തൊരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ചില ബ്ലെസ്സിങ്സ് എന്താന്നുള്ളതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ്, ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് പല സിറ്റുവേഷനിൽ. ചില ആളുകൾക്ക് നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ വർക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യം വേറെ ആർക്കെങ്കിലും കിട്ടി, നിങ്ങളുടെ ഒരു അവസരം ഇല്ലാണ്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടമായിട്ടുള്ളത്, അത് ഡെഫിനറ്റ്ലി കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് എന്തോ ഒരു കാര്യം കണക്ട് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ചില റീയൂണിയൻ ഉണ്ടാവുന്നുണ്ട്. സോ ഫാമിലിയിൽ എല്ലാവരും ഒത്തുകൂടാ ഒരു ടൈമിനൊക്കെ ശേഷം മീറ്റ് ചെയ്യുന്ന അവസരങ്ങളൊക്കെ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ കുറച്ച് സമയമായിട്ട് ബെഡ് റെസ്റ്റിലൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റ് നടക്കുന്നുണ്ട്, വെളിച്ചം കാണുന്നുണ്ട്, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ കുറെ കാലത്തിന് ശേഷമായിരിക്കും വീട്ടിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടക്കുന്നുണ്ടായിരിക്കാം.
റൈറ്റ്. ഒരു പുതിയൊരു ബിഗിനിങ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് വീണ്ടും വരിക, വീണ്ടും നിങ്ങളുടെ ഒരു കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുക, വീണ്ടും നിങ്ങളുടെ ഒരു പരമാധികാരം നിങ്ങൾ ഏറ്റെടുക്കുക. അതുപോലത്തെ ചില സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യുക ഇൻ ദ സെൻസ് ലൈക്ക് ഈവൻ ആളുകൾക്ക് നിങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങളായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇപ്പം ഈവൻ ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പോകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ഒരു കൺസൾട്ടേഷൻ മാത്രമേ അല്ലെങ്കിൽ വേണ്ട ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ മാക്സിമം ഒരാൾക്ക് തരാൻ പറ്റുള്ളൂ. അല്ലെ, എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റൈറ്റ്. സോ ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു അവസ്ഥ ഹെൽപ്ലെസ് ആയിട്ട് നിങ്ങൾ അത്രയും കാര്യമായിട്ട് നോക്കുന്ന ആളുകളെ ഹെൽപ്ലെസ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എസ്പെഷ്യലി ഫെബ്രുവരി മന്ത് നിങ്ങളത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് ഏറ്റെടുത്ത് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. സോ കുറച്ചുകൂടി ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ, സാമ്പത്തികപരമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. So let's take one more message. So എന്തെങ്കിലുമൊക്കെ ടാർഗറ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, ഒരു ലാസ്റ്റ് മൊമെന്റിൽ ചില മിറാക്കിൾസ് ഉണ്ടാക്കുക എന്ന് പറയും അല്ലെ. സോ എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാർഗറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് വിചാരിക്കുന്ന ചില കാര്യം, ഓർ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഉണ്ടാവുന്ന ചില ഒരു മിറാക്കിൾ പോലത്തെ ചില സിറ്റുവേഷൻ. ഓക്കെ, സോ ലൈക്ക് ഒരു സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ്സിൽ നിങ്ങൾ സേവ് ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ട് വരുന്ന ചില സിറ്റുവേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്. സോ എന്തെങ്കിലുമൊക്കെ എക്സാംസ് ക്ലിയർ ചെയ്യാം, നിങ്ങളുടെ ഒരു ലാസ്റ്റ് ചാൻസ് നിങ്ങൾ വൈസ് ആയിട്ട് യൂസ് ചെയ്യുക, ഒട്ടും ഹോപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. are coming for you. Financial and material changes. So, and throat chakra. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്, വേറെ ആളുകളുടെ വോയിസ് ആവുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, സോ അതാണ് ലൈക്ക് പല ഡിസിഷനും നിങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ മേലെ ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ വേറെ ആർക്കെങ്കിലൊക്കെ വേണ്ടിയിട്ടൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ബ്രദർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങളുടെ വോയിസ് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നുണ്ട് അവർക്ക് വേണ്ടി. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പം ഒരു ഫാമിലിയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊരു ബിഗ് ബ്രോ ആയിട്ട് കാണുക, നിങ്ങളൊരു വീട്ടിലൊരു കാരണവരായിട്ടോ അല്ലെങ്കിൽ വീട്ടിലൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരിക. അതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുപോലത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന ഒരു മന്തും കൂടിയാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, പ്രോപ്പർട്ടി, വീട്, അവർ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർണമെന്റ്സ് ആയിരിക്കാം, ഇൻസ്ട്രുമെന്റ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മ്യൂസിക്, കലാപരമായിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് ഫേവർ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഗോൾഡ് ഒക്കെ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓർണമെന്റ്സോ, എൻഗേജ്മെന്റ്, കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ കൂടെ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ചില ഹെൽപ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഹായം വേണ്ട ഒരു പ്ലേസിൽ ജീവികൾക്കായിരിക്കാം, അത് ചില ആളുകൾക്കായിരിക്കാം, നിങ്ങൾ അവിടെ ഒരു കൈത്താങ്ങായിട്ട് വരുന്നുണ്ട്, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ ചില ആനിമൽസിനെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് ഹെൽപ്പ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ദാനമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഒരു ദാനമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കണം, അവരുടെ ഒരു സന്തോഷത്തിന്റെ ഒരു ഭാഗമാവുന്നുണ്ടായിരിക്കണം. നിങ്ങൾ വളരെ സന്തോഷമായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഫെബ്രുവരി മന്ത്. ഓക്കെ, സോ നിങ്ങളത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഇൻ കേസ് എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്കൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് പാർട്ട് ഓഫ് ദാറ്റ്. ഒരുപാട്
വിഷമായിട്ടൊന്നും എടുക്കേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, കാരണം നിങ്ങൾ ചില സമയത്ത് നിങ്ങളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെയൊക്കെ ആയിരിക്കാം ഫെബ്രുവരി മന്ത് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിന് ഒരു മറുവശം കൂടെ ഉണ്ട് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. എന്ത് സിറ്റുവേഷനിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hey, group number 3, your February month. What major blessings are coming for you? And എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫെബ്രുവരി മന്ത്? വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു മാസമാണ് നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത്. ഓക്കെ, സോ എവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ലൈക്ക് പുതിയ പുതിയ കളർ കാണാം, വളരെ കളർഫുൾ ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. സോ എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന്റെ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ചില കാര്യത്തിലൊക്കെ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ കണ്ണ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് കണ്ണിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അവർ നിങ്ങൾ ചില കാര്യത്തിൽ കുറച്ചുകൂടെ ഓരോ സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ചില കാര്യത്തിനോട് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ. സോ നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് കണ്ണിനോട് എന്തെങ്കിലുമൊക്കെ അട്രാക്ഷൻ തോന്നുക, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് അതുപോലെ ട്രീറ്റ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവുക, ഓർ നിങ്ങൾക്ക് ചില അട്രാക്ഷൻ അതുപോലെ ഉണ്ടാവുക, ഒരു സ്പാർക്ക്, കണ്ണോട് കണ്ണെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പാർക്ക് കിട്ടുക, ഒരു ഐ കോണ്ടാക്ട് കിട്ടുക. എസ്പെഷ്യലി അങ്ങനത്തെ ഒരു സ്പാർക്ക് മേ ബി കിട്ടുന്നതായിരിക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ ആയിരിക്കാം, ഓർ ലൈക്ക് അങ്ങനത്തെ ആരെങ്കിലൊക്കെ ഒരു ലവ്, ഒരു ക്രഷ്, ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു മ്യൂച്വൽ സിറ്റുവേഷൻ. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് അത് കണ്ണുകളാവുന്ന ഓർ നിങ്ങളുടെ കണ്ണുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉടക്കുന്നതായിരിക്കാം, വളരെ ഇഷ്ടമാവുന്ന. അല്ലെങ്കിൽ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തോ ഒരു നിങ്ങളുടെ കണ്ണിന് ഉടക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വലിയൊരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്, വലിയൊരു ഇഷ്ടം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിലെ ചില കാര്യങ്ങൾ അതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് ലൈഫിൽ വേണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കാം. സോ ഫെബ്രുവരി മന്ത് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അത്ര ഒരു ഡെസ്പറേറ്റ് ആയിട്ട് വേണം, നിങ്ങളുടെ കണ്ണ് അതുപോലെ ഒരു കാര്യത്തില് കണക്ട് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ബട്ട് വെരി കെയർഫുൾ. ലൈക്ക് ചില സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് അത് ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഫെബ്രുവരി മന്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്പെഷ്യലി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രയാങ്കിൾ സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറകോട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈവൻ നിങ്ങൾക്ക് എത്ര ഒരു നിങ്ങളുടെ കണ്ണ് അതിൽ ഉടക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ബെറ്റർ ലൈക്ക് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. സോ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചില ക്രഷ് ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി ലൈക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ആരെങ്കിലൊക്കെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം, ആരെങ്കിലും ഒന്ന് കൂടുതൽ പ്രപ്പോസലൊക്കെ കിട്ടുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, so let's see എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. Criticizing one another will only lead to further unhappiness. Love and accept each other as you are and your relationship will magically transform. സോ ഫെബ്രുവരി മന്ത് നിങ്ങൾ കഴിയുന്നതും മറ്റുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അൺഹാപ്പി ആക്കുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിനെ പറ്റി നിങ്ങൾ സംസാരിക്കാതിരിക്കുക, മറ്റുള്ള ആളുകളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് മറ്റുള്ള കാരണം കൊണ്ടാണെന്ന് നിങ്ങൾ ഒരുപാട് കംപ്ലൈന്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അത് ഒരു രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ല. കഴിയുന്നത് നിങ്ങൾ പോസിബിലിറ്റിയിലേക്ക് നോക്കുക, നല്ല കാര്യത്തിലേക്ക് നോക്കുക, എന്താണോ നല്ല രീതിയിൽ സംഭവിക്കുന്നത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാജിക്കലി നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ സ്നേഹത്തിലേക്ക് കൂടുതൽ നോക്കുക, അതും റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ നോക്കുക. എനിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ലവ് സിറ്റുവേഷനിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് എവിടെയാണോ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത് അത് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അൺഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്, സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സർക്കിളിന്, നിങ്ങളുടെ ഒരു സറൗണ്ടിങ്ങിന് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഈ ഒരു സമയത്ത് ഫെബ്രുവരി മന്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈവൻ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, സോ ചില പ്ലേസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ അവിടുന്ന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമില്ലാത്തൊരു അവസ്ഥയാണ്, നിങ്ങൾക്ക് ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യേണ്ട, നിങ്ങൾ സ്വയം ക്രിറ്റിസൈസ് ചെയ്യേണ്ടത് മറ്റുള്ള സിറ്റുവേഷനൊക്കെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ
നിങ്ങളത് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടെ പ്ലസന്റ് ആയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ചില റിട്ടേൺസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ പാസ്റ്റ് ആരെങ്കിലൊക്കെ വരാം, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ ആരാണ് തിരിച്ചു വരുന്നത്, എന്തിനാണ് വരുന്നത്, ഇനി വന്നാൽ എന്താണ് സംഭവിക്കാം, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തോ ഒരു കാര്യം കാത്തിരിക്കുന്നുണ്ട്, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ എന്തൊരു കാര്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യത്തിലൊക്കെ ഒരു അനക്കം ഉണ്ടാവുന്നുണ്ട്. ചില ആളുകളുടെ റിട്ടേൺസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ചില ആളുകൾ നിങ്ങളായിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, യാത്ര ഇൻവോൾവ് ആവുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓർ നിങ്ങളുടെ ചില മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട് ഫെബ്രുവരി മന്ത്. ബട്ട് ശ്രദ്ധിക്കുക, എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അറിഞ്ഞോ അറിയാതെയോ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രഗ്നൻസി ആൻഡ് റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ ഒരു ബ്ലോസം സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങളൊക്കെ വീണ്ടും പുഷ്പിക്കുന്നുണ്ട് റിലേഷൻഷിപ്പില്. എസ്പെഷ്യലി ലൈക്ക് പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചില ആളുകൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾ ഒരു ടൈമിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, റിലേഷൻഷിപ്പിലായിരിക്കാം, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ മാരേജ് ലൈഫിലായിരിക്കാം. നിങ്ങൾ മോഡലിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവൊക്കെ തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പ്രൊഫഷണലി വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. സോ നാച്ചുറലി നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അഗൈൻ ഇപ്പം നേരത്തെ പറഞ്ഞത് നിങ്ങൾ കണക്ട് ചെയ്യുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാത്ത കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ സ്വയം നിങ്ങൾ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക, സിറ്റുവേഷൻ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക, അതിലേക്ക് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. സോ ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, ഓർ നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ നിങ്ങൾ പോകുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവേണ്ടത്. ഓക്കെ, എൻജോയ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ പ്രഗ്നൻസി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ശരീരം അതുപോലെ നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങളുടെ ശരീരം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾ പ്രൊഫഷണലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇതുപോലെ മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ടാലന്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്ത് സംഭവിക്കുന്നില്ല, എന്താണ് നിങ്ങളുടെ കുറവ്, അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടോ അതിലേക്കൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുക. ചില ആളുകൾ ഈ ഒരു സമയത്ത് സ്റ്റക്ക് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള പ്ലേസ് നിന്ന് നിങ്ങൾക്ക് ചില ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള പ്ലേസ് നിന്ന് നിങ്ങൾ ഊരി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചില പ്ലേസിൽ ഇനി കൂടുതൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നില്ല. അത് പല സിറ്റുവേഷൻ ആയിരിക്കും. സോ നിങ്ങൾ എത്രയോ കാലമായിട്ട് നിങ്ങൾക്കൊരു അനക്കം തോന്നാത്തൊരു പ്ലേസിലൊക്കെ നിങ്ങളായിട്ട് എടുക്കുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മന്ത് കൂടിയാണ് ഫെബ്രുവരി മന്ത്. ചില ആളുകൾ വേറെ കൺട്രിയിലേക്കൊക്കെ പോകുന്നുണ്ടായിരിക്കണം. പുതിയ കൾച്ചർ, പുതിയ ആളുകളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ കൾച്ചർ എന്നുള്ള ആളുകള് അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ പോവാത്ത ഇത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫെബ്രുവരി മന്ത് പുതിയൊരു അവസ്ഥ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ജോബിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ലൈഫിന്റെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ പോവാത്ത ചില അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്ലസന്റ് ആയിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കാം. ഒരു പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ചില കാര്യങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ തന്നെ. ഓക്കെ, ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 3 യോർ ഫെബ്രുവരി മന്ത്. ടെംപ്ടേഷൻ. ഓക്കെ, സോ അഗൈൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. കാരണം ചില ആളുകൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് നിങ്ങളോട് ഉണ്ടാവുന്ന ഒരു ജെലസ് ആയിരിക്കാം. ഓക്കെ, സോ എസ്പെഷ്യലി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട് ബിക്കോസ് അവർക്ക് അവരുടെ ഒരു ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങളും
നിങ്ങളുടെ ചില ഫീലിങ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കണം ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് അല്ലെ. സോ ചില റീയൂണിയൻ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫൈനലി ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, റിലീസ് ആവുന്നുണ്ട്, ഫീലിങ്സ് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ഫീലിങ്സ് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, ചില കാര്യങ്ങൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറൈറ്റ്, ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടാവുന്നുണ്ട് ചില ആളുകളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത്. സോ നിങ്ങൾക്ക് ചില ആളുകളോടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ. ബട്ട് വെരി കെയർഫുൾ ഗ്രൂപ്പ് നമ്പർ 3. എന്താണോ നിങ്ങൾക്ക് അങ്ങനെ വീണ്ടും പോവാൻ തോന്നുന്നത്, കാരണം അവിടെ മാറ്റം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി എന്താണോ നിങ്ങൾ ഒരുപാട് ടെംപ്റ്റ് ചെയ്യുന്നത്, എന്തിലേക്കാണോ വീണ്ടും പോവാൻ നിങ്ങൾക്ക് തോന്നുന്നത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ട്രയാങ്കിൾ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് അതൊരു അൺഹെൽത്തിയാണ്, നിങ്ങളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ യു നീഡ് എ ചേഞ്ച് ഓൺ ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അതിലൊരു ചേഞ്ച് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ അതിന് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി ലൈക്ക് ചില മാറ്റങ്ങൾ മേ ബി നിങ്ങൾ അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കാം ഒരു റിലേഷൻഷിപ്പിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക, റിലേഷൻഷിപ്പിലെ മാറ്റങ്ങൾ സംഭവിക്കുക. ബട്ട് മോസ്റ്റ്ലി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ വരുന്ന സമയത്തും നിങ്ങൾ ആ ഒരു സെയിം പാറ്റേണിൽ കൂടെ പോവാതെ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു പോസിബിലിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. അത് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്കൊരു അവസരം വീണ്ടും വരുന്ന സമയത്ത് അത് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങളെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ ഒരു പീക്ക് സക്സസിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ അഡിക്ഷൻ, നിങ്ങളുടെ ചില ഹാബിറ്റ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് അഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല കാര്യത്തിനോടും ആയിരിക്കാം, ചില ആളുകളോട്, വ്യക്തികളോടുള്ള അഡിക്ഷൻ, റിലേഷൻഷിപ്പിനോടുള്ള അഡിക്ഷൻ, ചില മെമ്മറീസിനോടുള്ള ഒരു അഡിക്ഷൻ, അതൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫെബ്രുവരി നിങ്ങൾക്കൊരു അങ്ങനത്തെ ഒരു അവസരം വീണ്ടും തരുന്നുണ്ട്. സോ ചില റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ അത് ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മിക്ക ആളുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കംപ്ലീറ്റ്ലി അഴിച്ചു പണിയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പല മെന്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ട് അതിനൊക്കെ ഒരു അനക്കം ഉണ്ടാക്കാനും മുന്നോട്ട് വരാനും നിങ്ങൾക്ക് നമ്പർ 3 നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ആക്ഷൻ തന്നെയാണ് നിങ്ങൾ ഫെബ്രുവരി മന്ത് വരുന്ന സമയത്ത് എടുക്കുന്നത്. പല കാര്യത്തിലും നിങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ ഡീൽ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ വളരെ വ്യക്തമായിട്ടും പല കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ക്ഷമ ഉണ്ടാവുന്നുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം നിങ്ങളൊരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, അതിന് പെട്ടെന്ന് ഊരി വരാൻ പറ്റില്ല എന്നുള്ളതും അറിയാം അല്ലെ. നിങ്ങൾ അവിടെ ക്ഷമയോട് കൂടിയിട്ട് അത് ഊരിയെടുക്കുന്നുണ്ട്. അത് എന്ത് സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിലെ എന്ത് സിറ്റുവേഷൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. നിങ്ങൾ ഒരു ചെന്ന് പെട്ടിട്ടുള്ള ഒരു സ്ട്രഗിൾ, നിങ്ങൾ ട്രാപ്ഡായി തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഊരിയെടുക്കാൻ പറ്റുന്നില്ല, ഊരി വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഫെബ്രുവരി മന്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. പലതും റൈറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ എന്താണോ നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, നിങ്ങൾക്കത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ 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 പവർഫുൾ ആയിട്ട് നിങ്ങൾ അത് ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു മെന്റൽ പവർ വെച്ച് പല കാര്യങ്ങളും നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. സോ വീണ്ടും പറയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ തിരിച്ചു വരുന്നത് അത് സെയിം പാറ്റേൺ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ട, അങ്ങനത്തെ ഒരു കാര്യം വേണ്ടാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഇറ്റ്. കാരണം ഫെബ്രുവരി മന്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാവും, ബിക്കോസ് നിങ്ങൾ പ്രഗ്നൻസിയിലേക്കൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ഗ്രോത്ത് കൊടുക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ഗ്രോത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾ പ്രഗ്നൻസിയിലേക്കൊക്കെ വരുന്നുണ്ടായിരിക്കണം, മാരേജ്, എൻഗേജ്മെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് കുറച്ച് ടഫ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും, കാരണം നിങ്ങൾ പല ആക്ഷൻ എടുക്കാണ്, പല കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പോവാണ്, ഫേസ് ചെയ്യാൻ പോവാണ്, ബ്രേക്ക് ചെയ്യാൻ പോവാണ്, പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. പക്ഷേ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ആയിട്ട് ഉള്ള ഒരു മാറ്റത്തിലേക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു പീക്ക് ലെവലിൽ കൊണ്ടുവരും, ഒരു ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ വരുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു ആക്ഷൻ എന്തുമാത്രം നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് ഫെബ്രുവരി മന്ത്. അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ 3 ഏതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.